ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മളുടെ വളരെ പരിമിതവും ദുർബലവുമായ ഈ ജീവിതം ക്രമപ്പെടുത്തണം, ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നാം മനസ്സിലാക്കിയത്. വീട്ടിലൂടെ ഉണ്ടാവേണ്ടുന്ന സർഗാത്മകത അഥവാ സംസ്കാരം, വീട് എவ்விதമായിരിക്കണമെന്ന് ഇത്യാദി കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൻ്റെ തുടർച്ചയായി കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ശ്രമിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വീട്ടിലൂടെയാണ് നന്മ പ്രസരിക്കേണ്ടത്. വീട്ടിൽ താമസിക്കുന്നവരിലൂടെയാണ് നന്മ പ്രസരിക്കേണ്ടത് എന്നർത്ഥം. വീട് തന്നെ മാതൃകയായിത്തീരണമെന്നാണ് ഈ പറഞ്ഞത്. വീട് അസഹ്യമായൊരു പ്രയാസം സൃഷ്ടിക്കുന്ന സാഹചര്യമാണെങ്കിൽ ആ വീട് കൊണ്ട് ഒരു ഗുണവും വീട്ടുകാർക്കോ ഇനി പുറത്തുള്ളവർക്കോ ഉണ്ടാവുകയില്ല. വീട് ആർഭാടത്തിന്റെയും ആഘോഷത്തിന്റെയും കളിയരങ്ങാണെങ്കിൽ ആ വീട് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ പോലെ തന്നെയാണ് നിർമ്മിക്കപ്പെട്ട വീടിൽ താമസിക്കുന്ന വീട്ടിൽ അവിടെ ജീവിക്കുന്ന പ്രായമുള്ളവരാവട്ടെ പ്രായമില്ലാത്തവരാവട്ടെ ആരും ഏറ്റവും നല്ല സ്വഭാവവിശുദ്ധി പ്രകടിപ്പിച്ചുകൊണ്ട് പരിസരങ്ങളിൽ, അയൽക്കാരിൽ, സമൂഹങ്ങളിലൊക്കെ തന്നെയും നല്ലവരാവാനുള്ള ശ്രമം നടത്തണം. അതാണ് ഇസ്ലാം തന്നെ പറയുന്നത്. വീടിനെ കുറിച്ച് ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ നാം കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വീട്ടുകാരുടെ സ്വഭാവങ്ങൾ അത് അയൽക്കാരെ സ്വാധീനിക്കും, നാടിനെ സ്വാധീനിക്കും. നാട്ടുകാരൊന്നടങ്കം ഒരു വീടിനെതിരെ നിന്നാൽ, വീട്ടുകാർക്കെതിരെ നിന്നാൽ അവർക്ക് പിന്നെ അവിടെ ജീവിക്കാൻ തന്നെ കഴിയില്ല. അത്തരത്തിൽ വീട് വിട്ടുപോയ ഒരുപാട് ആളുകളുണ്ട്. വീട്ടുകാരുടെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായി, അല്ലെങ്കിൽ മാതാപിതാക്കൾ മാന്യമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മക്കൾ അസാന്മാർഗിക പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും അപ്പേരിൽ മാതാപിതാക്കൾക്ക് തലകുനിക്കേണ്ടി വരികയും അവർക്ക് നാട് വിടേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥകൾ പോലും ഉണ്ടാകുന്നുണ്ട്. വീട് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ളവർ ഒന്നാമതായി മാന്യന്മാരാവുക, ആ മാന്യത പരിസരങ്ങളിൽ പ്രസരിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം. വീട്ടിൽ പ്രസവിക്കപ്പെട്ട് വളരുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ തുല്യതയില്ലാത്ത നല്ല സംസ്കാരത്തിന്റെ ഉടമകളായിത്തീരണം. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലക്കും തഷ്കുറൂൻ. നിങ്ങളുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരറിവുമില്ലാത്ത വിധത്തിലാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ പ്രസവിക്കപ്പെടുന്നത്. അല്ലാഹു പറയുകയാണ്, അവന് അഥവാ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിന് കേൾവി ശക്തിയുണ്ട്, കാഴ്ച ശക്തിയുണ്ട്, മനസ്സ അറിയുന്ന ചിന്തിക്കാൻ കഴിവുള്ള ഹൃദയമുണ്ട്, മനസ്സുണ്ട്. കേൾവി ശക്തി നൽകി, കാഴ്ച ശക്തി നൽകി, മനനം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ഹൃദയം നൽകിക്കൊണ്ട്, മനസ്സ് നൽകിക്കൊണ്ട് കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നൽകിക്കൊണ്ടാണ് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ ഉള്ള കുഞ്ഞിനെ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നത്. ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഖുർആൻ ആവർത്തിക്കുകയാണ്. ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന്റെ ഹൃദയത്തെക്കുറിച്ച്, അവന്റെ മനസ്സിനെ കുറിച്ചുള്ള ധാരണ അവൻ പടിപടിയായി വളരുമ്പോൾ അവനിൽ
രൂഢമൂലമാവേണ്ടതുണ്ട്. അവന്റെ ചിന്ത ഏറ്റവും നല്ലതായിരിക്കണം, അവന്റെ ആലോചനകൾ നല്ലതായിരിക്കണം, അവന്റെ പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കണം, അവൻ കാണുന്നത് നല്ലതാവണം, അവൻ കേൾക്കുന്നത് നല്ലതാവണം, അവൻ കേൾക്കുന്നതും അവനിലൂടെ മറ്റുള്ളവർ കേൾക്കുന്നതും നല്ലതായിരിക്കണം, അവൻ കാണുന്നതും അവനിലൂടെ മറ്റുള്ളവർ കാണുന്നതും നല്ലതായിരിക്കണം, അവൻ ചിന്തിക്കുന്നതും ആ ചിന്തയുടെ ബഹിർസ്ഫുരണങ്ങൾ അതും നല്ലതായിരിക്കണം. അങ്ങനെ നല്ല ഒരു മനുഷ്യനായി വളരാൻ ആവശ്യമായ പ്രകൃതിയാണ് അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു കുഞ്ഞു ഭൂമിയിൽ പിറന്നു വീഴുന്നത്. അതുകൊണ്ട് തന്നെ അറിവ് നേടുക എന്നുള്ളത്, വിജ്ഞാനം നേടുക എന്നുള്ളത് പടച്ചവൻ നൽകിയ പ്രകൃതിയുടെ ഭാഗമാണ്. അത് പുതിയതായി ഒന്നും നമ്മൾ ശേഖരിച്ചു കൊണ്ടുവരേണ്ടുന്ന ഒന്നല്ല. അവനിൽ ആ പ്രകൃതി പടച്ചവൻ നിക്ഷേപിച്ചിട്ടുണ്ട്. പിന്നെ ഭൗതിക സൗകര്യങ്ങളാണ് വിദ്യാഭ്യാസത്തിന്റെ മേഖല, അറിവിന്റെ മേഖല. ഇവിടെ ജ്ഞാനങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള കണ്ടുപിടുത്തങ്ങളിലൂടെയുള്ള ശാസ്ത്രീയമായ ചിന്തകളും പ്രയാണങ്ങളും ഒക്കെ തന്നെ അവനിൽ ഉണ്ടായിത്തീരുന്നത്, ഒരു വളർച്ചയായി അവനിൽ ഉണ്ടായിത്തീരുന്നത് അള്ളാഹു ആ പ്രകൃതി അവന് നൽകിയത് കൊണ്ടാണ്. അതാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശുദ്ധ പ്രകൃതിയിലൂടെ അവൻ ജനിച്ച് അങ്ങനെ ശുദ്ധനായി ജീവിച്ചു കൊണ്ടിരിക്കണം. എന്താണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്? അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്ത് എന്ന് പ്രവാചകൻ പറയാണ്, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് പേനയാണ്. പ്രവാചകൻ പറയുകയാണ്, ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് അള്ളാഹു ആ പേനയോട് പറഞ്ഞു, ഉക്തുബ്, എഴുതുക, രേഖപ്പെടുത്തുക. കാല, പേന പറയുകയാണ്, റബ്ബി മാ അക്തുബ്, ഞാൻ എന്താണ് രേഖപ്പെടുത്തേണ്ടത്? കാല, അള്ളാഹു പറയാണ്, അക്തുബ് മഖാദിറ കുല്ല ഷൈഇൻ ഹത്താ തഖൂമസ്സാഅ. അതായത് ഇവിടെ ജനിക്കാൻ പോകുന്ന, ഇവിടെ ജീവിക്കുന്ന മനുഷ്യ തലമുറയുടെ ജീവിതം രേഖപ്പെടുത്തുക. അവർക്കുണ്ടാകുന്ന ഗുണകരവും അല്ലാത്തതും ദോഷകരവും ആയുമായ കാര്യങ്ങൾ, അപകടമാവട്ടെ, ദുരന്തമാവട്ടെ, പ്രയാസമാവട്ടെ, നേട്ടങ്ങളാവട്ടെ, വളർച്ചയാവട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ രേഖപ്പെടുത്തണമെന്ന് കലമിനോട്, പേനയോട് അള്ളാഹു കൽപ്പിച്ചു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇതൊരു ഖദർ കൂടിയാണ്. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവൻ ആരായിത്തീരണം, അവൻ എന്തായിത്തീരണം, അവൻ എപ്പോ മരിക്കണം, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ, അവന്റെ ജീവിതത്തിൽ അവൻ തരണം ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അവന്റെ ജീവിതത്തിൽ അവനുണ്ടാകുന്ന നേട്ടങ്ങൾ ഒക്കെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് സംശയിക്കും, അങ്ങനെയാണെങ്കിൽ പിന്നെ സ്വർഗത്തിലോ നരകത്തിലോ ഒന്നുകൂടെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചതല്ലേ, നമ്മൾ എന്തിനാ അമലുകൾ ചെയ്യുന്നത് എന്ന്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്, ആദമിനെ സൃഷ്ടിച്ചിട്ട് ആദമിൽ അറിവുകൾ നൽകി, സ്വതന്ത്രമായ അറിവുകൾ, ചിന്തയിലൂടെ അവന് വളർത്തിക്കൊണ്ടുവരാവുന്ന അറിവുകൾ. ആ അറിവുകൾക്കൊപ്പം അവന് രണ്ട് പാതയും നൽകി. ഖുർആൻ പല സന്ദർഭങ്ങളിലായി പല സ്ഥലത്തുമായി പറയുകയാണ്, രണ്ട് പാതകൾ, ഒന്ന് നന്മയുടെ, ഒന്ന് തിന്മയുടെ, എന്തും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. അവന്റെ ജീവിതഘട്ടത്തിൽ അവൻ അനുഭവിക്കുന്ന എന്ത് പ്രയാസമായിരുന്നാലും അവന് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി നേടിയെടുക്കാനും സ്വതന്ത്രമായി അവന്റെ ജീവിതത്തെ അവന് കൈകാര്യം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത് അവന് നൽകിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം അവന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് അവന്റെ ഇഷ്ടമാണ്. ഞാൻ നന്നാകണമെന്നുള്ളത് എന്റെ ഇഷ്ടമാണ്, ഞാൻ ചീത്തയാകണമെന്നുള്ളത് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. അതിൽ പടച്ചവൻ കൈകടത്തിയിട്ടില്ല. പടച്ചവൻ അല്ലെങ്കിൽ അങ്ങനെ ഇന്ന കുട്ടി ജീവിച്ച് നരകത്തിൽ പോട്ടെ എന്ന രീതിയിലല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഘട്ടങ്ങളെ പടച്ചവൻ അറിയാം. പടച്ചവൻ ആരാണ്? ത്രികാലജ്ഞാനിയാണ്. പടച്ചവൻ അറിയാം. പടച്ചവൻ അറിയാത്തതൊന്നുമില്ല. നമ്മളെപ്പോ മരിക്കും, എവിടെ വെച്ച്, ഏത് സമയത്തിൽ മരിക്കുമെന്നത് രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നത് ഖദർ, അതങ്ങനെ ഉണ്ട്. അതിരിക്കട്ടെ നാം മനസ്സിലാക്കേണ്ടുന്നത്, ശുദ്ധ പ്രകൃതിയോടെ ജനിച്ച് വീഴുന്ന മനുഷ്യൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അബൂ ഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. ഓരോ മനുഷ്യനെയും
ഓരോ കുഞ്ഞിനെയും ശുദ്ധ പ്രകൃതിയോടെയാണ് ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അവൻ ജനിക്കുന്നത് അങ്ങനെയാ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലത് ചിന്തിക്കാനും നല്ലത് കാണാനും നല്ലത് കേൾക്കാനും നല്ലത് മനസ്സിലാക്കാനുമുള്ള കഴിവുകളോടെ ശുദ്ധ പ്രകൃതിയോടെയാണ് ഓരോ കുഞ്ഞും ഭൂമിയിൽ ജനിച്ചു വീഴുന്നത്. ആ കുഞ്ഞിനെ യഹൂദനോ നസ്രാനിയോ മജൂസിയോ അഥവാ അഗ്നി ആരാധകനോ ഏതെങ്കിലും വ്യത്യസ്തങ്ങളായ ചിന്തയിലേക്ക് അവനെ കൊണ്ടുപോകുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞ് വളർന്നു വരുന്ന സാഹചര്യമാണ് അവനെ ആരായി തീരണമെന്ന് തീരുമാനിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞത്. ഒരു കുഞ്ഞിന്റെ ജനനം മുതലുള്ള ആദ്യത്തെ സമയങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട സമയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കുഞ്ഞിനെ ലാളിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കുഞ്ഞിനെ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട്, കുഞ്ഞിന് അറിവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട്. നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നു, ഒന്നിച്ചു ഭക്ഷണം കഴിക്കാനുള്ള ശീലം വീട്ടിലുണ്ടാവണം, അത് സുന്നത്താണെന്ന് പ്രവാചകൻ പറഞ്ഞു. ഭക്ഷണം കഴിക്കും മുമ്പേ ബിസ്മി ചൊല്ലുക, ഭക്ഷണം കഴിച്ച ശേഷം പടച്ചവനെ സ്തുതിക്കുക എന്നിത്യാദി മര്യാദകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ വലിയവരിലൂടെ ചെറിയ കുഞ്ഞുങ്ങൾ കേൾക്കുകയും പഠിച്ച് മനസ്സിലാക്കുകയും ചെയ്യും. അസ്സലാമു അലൈക്കും സലാം ചൊല്ലിക്കൊണ്ട് വീട്ടിൽ നിന്ന് കയറി വരുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെയില്ല സലാം ചൊല്ലുന്ന മര്യാദ വീട്ടിലെ വലിയവർ ഉമ്മയും ഉപ്പയും സഹോദരങ്ങളും ഒക്കെ കൈയാളുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന മക്കൾക്ക് അത് ഒരു പരിശീലനമാകും, അവരത് മനസ്സിലാക്കും. ഇவ்விധത്തിലായിരിക്കണം കുട്ടികൾ വളർന്നു വരേണ്ടത്. ഒരു ഈജിപ്ഷ്യൻ കവിയായിരുന്ന ഹാഫിദ് ഇബ്രാഹിം പറഞ്ഞ ഒരു വചനമുണ്ട്. അൽ ഉമ്മു മദ്റസത്തുൻ ഇദാ ആദത്തഹാ ആദത്ത ശഅബൻ തയ്യിബൽ ആറാഖ്. ഉമ്മയാണ് ആദ്യത്തെ മദ്രസ വിദ്യാലയം, ആദ്യത്തെ പാഠശാല ഉമ്മയാണ്. ഉമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെ മെരുക്കുന്നുവോ, എങ്ങനെ ഉമ്മയിലൂടെ ആ കുഞ്ഞ് സംസ്കാരം പഠിക്കുന്നുവോ, അത് നല്ല സംസ്കാരമാണെങ്കിൽ ഒരു തലമുറയെ അല്ല ഒരു സമൂഹത്തെ തന്നെ അതുമൂലം നല്ലവരാക്കാൻ ആ കുഞ്ഞിന് കഴിയും. പരിസരങ്ങളെ നല്ലതാക്കാൻ ആ കുഞ്ഞിന് കഴിയും. ഒരു ഉമ്മയുടെ മടിത്തട്ടിൽ വളരുന്ന കുഞ്ഞ് ഉമ്മയിൽ നിന്നും ആദ്യം കേട്ട് പഠിക്കുന്ന പഠനങ്ങളിലാണ് ആ കുഞ്ഞിന്റെ ഭാവി നിർണയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉമ്മയിൽ നിന്നും കുഞ്ഞിന് ലഭിക്കേണ്ടത് നല്ല സംസ്കാരമായിരിക്കണം, ഇസ്ലാമിക സംസ്കാരമായിരിക്കണം. അങ്ങനെ വളരുന്ന കുഞ്ഞ് ആ കുഞ്ഞ് സമൂഹത്തിന് തന്നെ വലിയ ഗുണകരമായി തീരും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ഒരു ചിന്തകന്റെ ചിന്ത നമ്മളൊക്കെ കേട്ടതാണ്. ഒരു കുഞ്ഞിനെ എനിക്ക് 7 വയസ്സ് വരെ അല്ലെങ്കിൽ 8 വയസ്സ് വരെ എന്നെ ഏൽപ്പിക്കൂ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവൻ എങ്ങനെയാകുമെന്ന്. എന്നെ ഏൽപ്പിച്ചോ, ഒരു കുഞ്ഞിനെ നിങ്ങൾ എന്നെ ഏൽപ്പിക്കൂ 7 വയസ്സ് വരെ. ആ കുഞ്ഞ് ആരായി തരണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്റെ തീരുമാനമനുസരിച്ചായിരിക്കും ആ കുഞ്ഞ് വളരുക. കാരണം അவ்விധത്തിലായിരിക്കും ആദ്യത്തെ 7 വയസ്സ് വരെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന് അദ്ദേഹം പറഞ്ഞു. ഉമ്മ നല്ല പാഠശാലയാകണമെങ്കിൽ ആ വീട് കൂടി ആ രീതിയിൽ നല്ലതായി തീരണം. ഒന്നിലധികം മക്കളുണ്ടാകുമ്പോ പരിപാലനത്തിലും സ്നേഹത്തിലുമൊന്നും വേർതിരിവ് കാണിക്കരുത് എന്നുള്ളത് ഒന്നാമത്തെ പാഠമാണ്. കൊച്ചുമക്കൾക്ക് അനുഭവപ്പെടുന്ന നേർത്ത ഒരു പ്രയാസം പോലും അവരുടെ ഭാവിയെ ബാധിക്കുമെന്നുള്ളത്, അവരുടെ ഭാവിയിൽ അത് ദോഷകരമാകുമെന്നുള്ളത് നാം മനസ്സിലാക്കണം. ഒരു നേർത്ത പ്രയാസം പോലും അവർക്ക് വരാത്ത രീതിയിലായിരിക്കണം അവരെ വളർത്തേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ തന്റെ കൊച്ചുമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവർ കൊച്ചുമക്കളായിരിക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ട് പുറത്ത് ചുമരിൽ അവരെ കയറ്റുമായിരുന്നു. അങ്ങനെ പ്രവാചകൻ ഒരു ഒട്ടകം പോലെ ഒരു ആനയെ പോലെ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകും. കുട്ടികൾ പുറത്തിരുന്നിങ്ങനെ ചിരിക്കും, ഉല്ലസിക്കും. അത് കണ്ട ഒരു മനുഷ്യൻ, ഒരു സഹാബി പറഞ്ഞു, ഓ എത്ര നല്ലൊരു ആനയാണ് ഇത്. പ്രവാചകനാണ്, പ്രവാചകനെ സ്നേഹിക്കുന്നു ആ സഹാബിമാരൊക്കെ ഒന്നടക്കം.
തുല്യതയില്ലാത്ത സ്നേഹം പ്രവാചകന് നൽകുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകനെ കുറിച്ച് പറയുകയാണ്, എത്ര നല്ല ഒരു ഒട്ടകമാണിത്, അല്ലെങ്കിൽ എത്ര നല്ല ഒരു ആനയാണിത്. അത് കേട്ട പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താ അറിയാം? ഈ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന മക്കൾ എത്ര നല്ലവരാണ്. പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് ഒരാൾ പ്രശംസിച്ചപ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ നോവായി തീരുമോ എന്ന് പ്രവാചകൻ ഭയപ്പെട്ടു. പ്രവാചകൻ ഉടനെ തന്നെ മറുപടി പറയുകയാണ്, ഈ ആനപ്പുറത്ത് കയറിയിരിക്കുന്ന ഈ കൊച്ചുമക്കൾ എത്ര നല്ലവരാണ്. ക്ലിയറായി, അവിടെ ക്ലിയറായി. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ മിമ്പറിൽ നിന്ന് ഖുതുബ പറയുകയാണ്. ഇതേ കൊച്ചുമക്കൾ, പേരമക്കൾ പള്ളിയോടനുബന്ധിച്ച് തന്നെയാണ് പ്രവാചകന്റെയും വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് ഇഴഞ്ഞു വരികയാണ്. അപ്പൊ പ്രവാചകൻ നേരെ മിമ്പറിൽ നിന്ന് ഇറങ്ങി കുട്ടികളെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ടാണ് പിന്നീട് ഖുതുബ നിർവഹിച്ചത് എന്ന് ചരിത്രത്തിൽ കാണുന്നു. ആട്ടിപ്പറഞ്ഞേക്കുകയല്ല കുഞ്ഞു വരുമ്പോൾ, അകറ്റുകയല്ല. പള്ളിയും പള്ളിയുടെ സംസ്കാരവും കൊച്ചുനാൾ മുതലേ കുഞ്ഞിലേക്ക് ഇട്ടുകൊടുക്കാനുള്ള സമീപനമാണ് പ്രവാചകൻ സ്വീകരിച്ചത്. നമുക്കറിയാമല്ലോ, ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്ന ഹിറ്റ്ലറുടെ ചെറുപ്പകാലത്തെ കുറിച്ച് പറയുന്നു. അയാളുടെ പിതാവ് കർക്കശക്കാരനായ ഒരാളായിരുന്നു, ഒരു കസ്റ്റംസ് ഓഫീസർ. ഭയങ്കര കർശനമായിരുന്നു. എന്തിനും ശകാരിക്കുക, എന്തിനും പ്രയാസപ്പെടുത്തുക, എന്തിനും ഭയപ്പെടുത്തുക. ആ രീതിയിൽ അത് കണ്ട് വളർന്നു വന്ന ഹിറ്റ്ലറിൽ പിൽക്കാലത്ത് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലാനുള്ള പ്രചോദനമായി തീർന്നത് ഈ പിതാവിന്റെ കർക്കശ സ്വഭാവമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു. പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കണം, ഒരു മകൾ, നമ്മുടെ മകൾ ആരായിത്തീരണമെന്നുള്ളത് നമ്മുടെ തന്നെ തീരുമാനത്തിന്റെ ഭാഗമായിരിക്കണം. അവർക്ക് ആവശ്യമുള്ളതൊക്കെ നൽകണം, ആവശ്യമുള്ളത് നൽകണം. ആവശ്യമുള്ള ഭക്ഷണം, ആവശ്യമുള്ള വസ്ത്രം, അങ്ങനെയാ. അനാവശ്യമായ വസ്ത്രങ്ങൾ നൽകുകയല്ല, അനാവശ്യമായി അവർ ചോദിക്കുന്നതൊക്കെയും എടുത്തു കൊടുക്കുകയല്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ദുശ്ശീലം പഠിക്കും. ആവശ്യമുള്ളതെന്തോ അത് നൽകണം, ആവശ്യമുള്ള വിദ്യാഭ്യാസം നൽകണം, ആവശ്യമുള്ള അറിവ് നൽകണം. പക്ഷേ മൊബൈലും ടിവിയും ഗെയിമും ഒക്കെയായി കഴിഞ്ഞുകൂടുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം ഇനി വരുന്ന തലമുറ എவ்விധത്തിൽ ആണ് ഈ ലോകത്തെ നിയന്ത്രിക്കുക എന്ന് പോലും അറിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെ ലോകത്ത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലും മക്കളുടെ ബുദ്ധി മരവിച്ചു പോകുന്ന സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾ ഇത്തരം കണ്ടുപിടുത്തങ്ങളും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ടതുണ്ട്. അപ്പൊ മക്കൾക്ക് നൽകേണ്ടത് നൽകുക, നൽകാൻ പാടില്ലാത്തത് നൽകാതിരിക്കുക. അതുപോലെയാണ് ഇസ്ലാമികമായ സംസ്കാരം. നേരത്തെ സൂചിപ്പിച്ചു, സലാം ചൊല്ലുക, അതേപോലെ നമസ്കാരം പോലുള്ള കാര്യങ്ങളിലും നാം ആ കണിശത പുലർത്തണം. മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട് നമസ്കാരം ശീലിപ്പിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമസ്കാരം 7 വയസ്സ് മുതൽ കുട്ടികളെ ശീലിപ്പിക്കണം. 7 വയസ്സ് മുതൽ ശീലിപ്പിക്കണം എന്ന് പറഞ്ഞാൽ 7 വയസ്സാകുമ്പോഴേ ശീലിപ്പിക്കേണ്ടതുള്ളൂ എന്നല്ല അതിനർത്ഥം. 7 വയസ്സുള്ള ഒരു മോള് ഇസ്ലാമിന്റെ ചിഹ്നമായി തീരണം എന്നാ പറഞ്ഞത്. അതിനു മുമ്പേ തന്നെ നമുക്ക് ശീലിപ്പിക്കാം. ഇസ്ലാമിക രീതിയിൽ അതിനെ വളർത്തണം. അങ്ങനെ 7 വയസ്സ് മുതൽ ഒരു കുഞ്ഞിനെ നമസ്കാരം ശീലിപ്പിച്ചാൽ 10 വയസ്സായാൽ നമസ്കാരിച്ചില്ലെങ്കിലും അടിക്കണമെന്ന പ്രവാചകന്റെ ശിക്ഷ അവിടെ നടപ്പിലാക്കേണ്ടി വരില്ല, അടിക്കേണ്ടി വരില്ല. കുട്ടികളത് ശീലിച്ചിരിക്കും, ഉറപ്പായും ശീലിച്ചിരിക്കും. മാതാപിതാക്കളിലൂടെ കണ്ടുവളർന്ന മക്കൾ 7 വയസ്സ് മുതൽ തന്നെ നമസ്കാരം ശീലിച്ച 10 വയസ്സായാൽ അവർ ഏറ്റവും നല്ല രീതിയിൽ നമസ്കരിക്കുന്ന ആളുകളായി തീരും. അതുപോലെ ദാനശീലം വളർത്തുക, ദാനശീലം നൽകണം. ഓരോരുത്തർക്കും കൊടുക്കുന്നത് അതും കുട്ടികൾ കണ്ടുപഠിക്കണം. ആൾക്കാർക്കാവട്ടെ, വീട്ടിൽ വരുന്നവർക്കാവട്ടെ, അനാഥകർക്കാവട്ടെ, സഹായിക്കുന്ന ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങൾ കുട്ടികളിൽ കൂടി ചേർത്ത് വെച്ചിട്ടുണ്ടായിരിക്കണം നിർവഹിക്കേണ്ടത്. അതുകൂടി അവർ മനസ്സിലാക്കണം. ഇതൊക്കെ എന്റേതല്ലേ, ഞാൻ എന്തിന് നൽകണമെന്ന സങ്കുചിത ചിന്ത ഒരിക്കലും മക്കളിൽ വന്നു വരാൻ പാടില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ വളരുന്ന മക്കൾ,
അങ്ങനെ വളരുന്ന മക്കൾ ഒരിക്കൽ പോലും മാതാപിതാക്കളെ അനാഥരാക്കില്ല, അകറ്റുകയില്ല, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയില്ല. എങ്ങാനും മാതാപിതാക്കളെ അവിധത്തിൽ അനാഥരാക്കി കഴിഞ്ഞാൽ, അനാഥമാക്കി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് അപകടകരമായ കാര്യം കൂടിയായിത്തീരും. അതുവരെ മാതാപിതാക്കൾ പഠിപ്പിച്ച് വലുതാക്കിയ മക്കളുടെ സ്വഭാവം തന്നെ മാറിപ്പോകുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മക്കൾക്ക് ലഭിക്കുന്ന കൂട്ടുകാർ, ബാല്യത്തിൽ കൗമാരത്തിൽ മക്കൾക്കുണ്ടാകുന്ന കൂട്ടുകാരെ കുറിച്ച് നല്ല ധാരണ മാതാപിതാക്കൾക്കുണ്ടാവണം, വ്യക്തമായ ധാരണ മാതാപിതാക്കൾക്കുണ്ടാകണം. എവിടം വരെ? അത് പിന്നീട് വിവാഹപ്രായമെത്തി വിവാഹം കഴിക്കുന്ന ആണിന് പെണ്ണാണെങ്കിൽ, പെണ്ണിന് ആണാണെങ്കിൽ, വരനെ തിരഞ്ഞെടുക്കുമ്പോൾ, വധുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും ഈ ജാഗ്രതയും ഈ ശ്രദ്ധയും ഉണ്ടാവണം. ഈ ജാഗ്രതയും ഈ ശ്രദ്ധയും ഉണ്ടാവണം. വിവാഹം കഴിഞ്ഞ ശേഷം നല്ലതല്ലാതെ ജീവിച്ചുപോയ, നമസ്കാരം നിർവഹിക്കാതെ ജീവിച്ചുപോയ പുരുഷന്മാർ, വരൻ, പുതിയാപ്പിള നമസ്കാരം ശീലിച്ച അനുഭവങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ടാവാം, തിരിച്ചുണ്ടാവാം. നല്ല നമസ്കാരം ശീലിച്ചു വന്ന പെണ്ണ് അല്ലെങ്കിൽ ആണ് ഒപ്പം ചേർന്ന് വന്ന ഇണയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് അല്ലെങ്കിൽ നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്താത്ത സ്വഭാവം കൊണ്ട് ആ നമസ്കാരം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്കും, വീട്ടിൽ സ്വന്തം വീട്ടിൽ തലമറച്ചു വരുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ തലമറക്കാതെ ജീവിക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെ വരും. അപ്പൊ നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ പോലും ആ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ രീതിയിൽ തന്നെയാണ് ശ്രദ്ധിക്കണം. അങ്ങനെയാകുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും. സത്യവിശ്വാസികളെ, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നമുക്ക് ശത്രുക്കളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ഇണ, പ്രവാചകൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാർ അവരുടെ ശത്രുക്കളെ പോലെയായിരുന്നു. നൂഹ് നബിയുടെ മകൻ പ്രവാചകന്റെ നൂഹ് നബിയുടെ ശത്രുവിനെ പോലെയായിരുന്നു. ദുനിയാവിൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനിട്ടല്ല, സാഹചര്യം അവരെ ആ രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു. നമ്മൾ നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യം ഒരു കയർ പോലെ ബന്ധിപ്പിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവർ ശത്രുക്കളായി തീരും എന്ന് നാം മനസ്സിലാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതേപോലെ തന്റെ പേരമക്കളെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാൾ വന്ന് പറയുകയാണ്, എനിക്ക് 10 മക്കളുണ്ട് പ്രവാചകരെ, ഒരൊറ്റ ഒന്നിനെ പോലും ഞാൻ ഇവിധത്തിൽ താലോലിക്കാറില്ല. അപ്പൊ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? മല്ലാ യർഹമു ലാ യുർഹിം. കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല. അപ്പൊ കാരുണ്യമാണ് മക്കളെ താലോലിക്കുക എന്നുള്ളത്. അത് എന്തോ ഒരു കുറവുള്ള കാര്യമായിട്ട് ആരും മനസ്സിലാക്കരുത്. സ്നേഹിച്ചും താലോലിച്ചും ചിരിച്ചും കളിച്ചുമൊക്കെ തന്നെയാണ് മാതാപിതാക്കളും മക്കളും വീട്ടിൽ വളരേണ്ടത്. മക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് കൂടിയായിരിക്കണം മാതാപിതാക്കൾ. ഇതേ മാതാപിതാക്കൾ വയസ്സായി ക്ഷീണിതരായി തളർന്നു പോകുമ്പോൾ ആ മാതാപിതാക്കൾക്ക് പ്രയാസമൊന്നും നൽകാതെ അവരെയും ചേർത്ത് പിടിച്ച് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരായി ഈ മക്കളും ഉണ്ടാവണം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, വീട് എന്നുള്ളത് നമ്മുടെ മക്കൾ വളരുന്ന നല്ല അന്തരീക്ഷം ഒരുക്കാനുള്ള ഒരിടമായിരിക്കണം. നാളത്തെ തലമുറ വളർന്നു വരുന്ന നല്ല ഒരു അന്തരീക്ഷം ഒരുക്കാനുള്ള ഇടമായി വീടിനെ മാറ്റാൻ കഴിയണം. അതാണ് വീട്. ബഹളമയം, ആഘോഷം, ചിരി, ഉല്ലാസം, ആർത്തട്ടഹാസം ഇത്യാദി പരിധി വിട്ടുള്ള ആഘോഷങ്ങളുടെ കേന്ദ്രമാക്കരുത് വീട്. അവിടെ ഇസ്ലാമിക അധ്യാപനങ്ങൾ ഉണ്ടാകണം. നമസ്കാരാദി ദിക്റുകളാദി കാര്യങ്ങൾ എപ്പോഴും നിരന്തരം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മക്കളിലും അതങ്ങനെ ഉണ്ടാവുകയും നമ്മുടെ മക്കൾ നാളെ ഈ ലോകത്ത് ഏത് പ്രതിസന്ധിയെയും അതിജയിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായിത്തീരും. ആ ശ്രമം നടത്താൻ ഒന്നാമതായി വീട്ടിലുള്ള മാതാപിതാക്കളിലൂടെ പരിശ്രമിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.